മസാല ബോണ്ട് കേസിൽ മുഖ്യമന്ത്രി പിണറായി വിജയന് ഇഡി നോട്ടീസ്. ഫെമ ചട്ടലംഘനം ചൂണ്ടിക്കാട്ടിയാണ് നോട്ടീസ്. നേരിട്ടോ പ്രതിനിധി വഴിയോ മറുപടി വേണമെന്നാണ് ഇഡി നിർദ്ദേശം. മുൻ ധനമന്ത്രി തോമസ് ഐസക്കിനും നോട്ടീസ് നൽകിയിട്ടുണ്ട്. ആജ്ഞ രവീന്ദ്രനുമൊപ്പം വി അരുണും വിവരങ്ങളുമായി ചേരുന്നു. ആദ്യം ആജ്ഞയിലേക്ക്. ആജ്ഞ വിശദാംശങ്ങൾ. ഭവ്യ, മുഖ്യമന്ത്രി പിണറായി വിജയന് ഫെമ ചട്ടം ലംഘിച്ച് എന്ന് കാണിച്ചുകൊണ്ടാണ് ഇഡി നോട്ടീസ് അയച്ചിരിക്കുന്നത്. മുൻ മന്ത്രി ഡോക്ടർ തോമസ് ഐസക്കിന് നോട്ടീസ് നൽകിയിട്ടുണ്ട്. ഇത് മാത്രമല്ല, മസാല ബോണ്ട് കേസിലാണ് മുഖ്യമന്ത്രി പിണറായി വിജയനും തോമസ് ഐസക്കിന് നോട്ടീസ് നൽകിയിരിക്കുന്നത്. ഈ ശനിയാഴ്ചയാണ് ഇഡി നോട്ടീസ് ഇഷ്യൂ ചെയ്തിട്ടുള്ളത്. വിദേശ വാണിജ്യ വായ്പ ദുരുപയോഗം ചെയ്തു എന്ന് കാണിച്ചിട്ടാണ് ഫെമ ചട്ടലംഘനം നടത്തി എന്നുള്ളതും കാണിച്ചാണ് നോട്ടീസ് നൽകിയിരിക്കുന്നത്. ഇഡി അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റിയാണ് ഇതുമായി ബന്ധപ്പെട്ട നോട്ടീസ് ഇഷ്യൂ ചെയ്തിട്ടുള്ളത്. എന്തായാലും നേരത്തെയും ഈ വിഷയവുമായി ബന്ധപ്പെട്ട മുഖ്യമന്ത്രിക്കും തോമസ് ഐസക്കിനും നോട്ടീസ് ലഭിച്ചിട്ടുള്ള സാഹചര്യവുമുണ്ട്. എന്തായാലും ഇപ്പോ വിദേശ ഇടപാടുമായി ബന്ധപ്പെട്ട് വാണിജ്യ വായ്പ ദുരുപയോഗം ചെയ്തു, അതുപോലെ കള്ളപ്പണ നിയമലംഘനവും ചൂണ്ടിക്കാട്ടിയാണ് ഇഡിയുടെ നോട്ടീസ്. ഭവ്യ, വി അരുൺ കൂടി വിവരങ്ങളുമായി ചേരുന്നു. അരുൺ, പുതിയൊരു വിവാദത്തിന് കൂടി ഇവിടെ തിരി തെളിയുകയാണ്, വാതിൽ തുറക്കുകയാണ്. പ്രത്യേകിച്ചും ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് എന്ത് പ്രതീക്ഷിക്കണം? മറുപടിക്ക് ശേഷം മുഖ്യമന്ത്രിക്കടക്കം നൽകിയ ഇഡിയുടെ നോട്ടീസിന് അതിനുള്ള മറുപടിക്ക് ശേഷം എന്ത് പ്രതീക്ഷിക്കണം? വി അരുണിലേക്ക് എത്താം. വളരെ പ്രധാനപ്പെട്ട വാർത്തയാണ് ഇപ്പോൾ വരുന്നത്. കിഫ്ബി മസാല ബോണ്ട് ഇടപാടിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ, മുൻ ധനമന്ത്രി തോമസ് ഐസക് ഉൾപ്പെടെയുള്ളവർക്ക് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റി കാരണം കാണിക്കൽ നോട്ടീസ് അയച്ചിരിക്കുന്നു. കേരള ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട് ബോർഡ് ധനസമാഹരണം ലക്ഷ്യമിട്ട് നടത്തിയ മസാല ബോണ്ട് ഇടപാടിൽ വിദേശ നാണ്യ വിനിമയ ചട്ടങ്ങൾ അഥവാ ഫെമ ലംഘിച്ചു എന്നായിരുന്നു എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ കണ്ടെത്തലുണ്ടായിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട അന്തിമ റിപ്പോർട്ട് 3 മാസം മുൻപ് ചെന്നൈയിലെ അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റിക്ക് സമർപ്പിച്ചിരുന്നു. ഈ റിപ്പോർട്ടിന്റെ തുടർച്ചയായിട്ടാണ് ഇപ്പോൾ ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ളവർക്ക് ഇഡി നോട്ടീസ് നൽകിയിരിക്കുന്നത്. മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർക്ക് നേരിട്ടോ പ്രതിനിധി വഴിയോ അഭിഭാഷകൻ വഴിയോ നിയമപരമായി നോട്ടീസിന് മറുപടി നൽകാൻ അവസരമുണ്ട്. കേസിൽ തുടർ നടപടികൾ ഉടൻ ഉണ്ടാകുമെന്നുള്ള സൂചനയാണ് ഈ ഘട്ടത്തിൽ പുറത്തുവരുന്നത്. ആ നടപടി അത് ഏത് തരത്തിലായിരിക്കും ഉണ്ടാവുക എന്നുള്ളത് തന്നെയാണ് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നത്. ഏറെ പ്രധാനപ്പെട്ട കാര്യം, തെരഞ്ഞെടുപ്പ് അടുക്കുന്ന സാഹചര്യത്തിലാണ് വീണ്ടും മുഖ്യമന്ത്രിക്ക് ഇത്തരത്തിലൊരു ഇഡി നോട്ടീസ് വരുന്നത്. പക്ഷേ സമീപകാല സാഹചര്യം നമുക്ക് മുൻപിലുണ്ട്. ഇത്തരത്തിൽ പല ഇഡി നോട്ടീസുകൾ വന്നിട്ട് പോലും പിന്നെ അങ്ങോട്ട് നോട്ടീസ് ലഭിച്ച് കൈപ്പറ്റിയതല്ലാതെ അതിനങ്ങോട്ട് അനങ്ങാപ്പാറ നയം സ്വീകരിച്ചത് നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഈ നോട്ടീസിന് മറുപടി ഉണ്ടാകുമോ? മറുപടി ഉണ്ടായെങ്കിൽ എന്ത് തുടർ നടപടി ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ് ഏറെ പ്രധാനപ്പെട്ട കാര്യം. നമുക്കറിയാം, 3 വർഷത്തിലേറെ നീണ്ട അന്വേഷണത്തിനൊടുവിലാണ് ഇപ്പോൾ നോട്ടീസ് നൽകിയതെന്നാണ് അറിയാൻ സാധിച്ചത്. വിശദീകരണം തേടിയ ശേഷമായിരിക്കും തുടർ നടപടികൾ സ്വാഭാവികമായും ഉണ്ടാവുക. മുൻ ധനമന്ത്രി ടി എം തോമസ് ഐസക്കിനും കിഫ്ബി ഉദ്യോഗസ്ഥർക്കും നോട്ടീസുണ്ട്. ഇഡി അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റിയാണ് റിപ്പോർട്ട് നൽകിയത്. വി അരുൺ വിവരങ്ങളുമായി ചേർന്നു. അരുൺ, ഞാൻ സൂചിപ്പിക്കുകയായിരുന്നു, ഒരു പുതിയ രാഷ്ട്രീയ വിവാദത്തിന് കൂടി ഇതാ ഇവിടെ വാതിൽ തുറക്കുകയാണ്. പ്രത്യേകിച്ചും ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് നോട്ടീസിന് മറുപടി ഉണ്ടാകുമ്പോൾ എന്ത് പ്രതീക്ഷിക്കണം തുടർന്ന്? ഈ സാഹചര്യത്തിൽ പുതിയ വിവാദം എന്ന് പറയാമെങ്കിലും 2014 ആദ്യ പിണറായി സർക്കാരിന്റെ കാലത്ത് വലിയ രാഷ്ട്രീയ ചർച്ചയെ മാറിയ വിഷയമാണ് മസാല ബോണ്ടും അതുമായി ബന്ധപ്പെട്ട നടപടികളുമൊക്കെ. കേന്ദ്ര അനുമതിയില്ലാതെ എങ്ങനെയാണ് മസാല ബോണ്ട് ഇറക്കാൻ കഴിയുന്ന ചോദ്യമാണെന്ന് ഉന്നയിക്കപ്പെട്ടത്. 2019 ഈ ഒരു വിവാദത്തിന് തുടക്കം. 9.72% പലിശയിൽ ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ നിന്ന് മസാല ബോണ്ട് ഇറക്കി 2150 കോടി രൂപ കിഫ്ബി സമാഹരിച്ചതാണ് വിവാദങ്ങളുടെ തുടക്കം. വലിയ ആഘോഷപൂർവ്വം നമുക്കറിയാം, മണി എക്സ്ചേഞ്ചിൽ ലണ്ടനിൽ ധനമന്ത്രിയും മുഖ്യമന്ത്രിയൊക്കെ പങ്കെടുത്തുകൊണ്ട് ആഘോഷപൂർവ്വം നടത്തിയ പരിപാടി പിന്നീട് വലിയ രാഷ്ട്രീയ വിവാദമായി മാറുകയായിരുന്നു. മുഖ്യമന്ത്രി സർക്കാരിന്റെ ഔദ്യോഗിക തീരുമാനപ്രകാരം, മന്ത്രിസഭാ തീരുമാനപ്രകാരം എടുത്ത ഒരു നടപടി അത് പിന്നീട് രാഷ്ട്രീയ വിവാദവും അതുപോലെ തന്നെ
തോമസ് ഐസക്കിനെതിരെ CID റിപ്പോർട്ടുമൊക്കെ വന്ന സാഹചര്യമുണ്ടായിരുന്നു. വലിയ ഗൂഢാലോചന നടന്നുവെന്ന് അന്നേ CPM ആരോപിച്ചതാണ്. നിയമസഭയിലും ആർക്കാണ് അധികാരം, നിയമസഭയെ മറികടന്ന ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കാൻ CAG കഴിയുമായിരുന്നു. അങ്ങനെ രണ്ട് ഭരണഘടനാ സ്ഥാപനങ്ങൾ തമ്മിലുള്ള പോരാട്ടമായി ഒക്കെ ഒരു ഘട്ടത്തിൽ മാറിയ ഒരു വിഷയമാണ്. വീണ്ടും ഇപ്പോൾ ആ വിഷയത്തിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടർ അന്വേഷണം മുഖ്യമന്ത്രിക്ക് വിശദീകരണം തേടി നോട്ടീസ് നൽകിയിരിക്കുകയാണ്. വൈകാതെ മുൻ ധനമന്ത്രി തോമസ് ഐസക്കിനും നോട്ടീസ് നൽകും. കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ചുകൊണ്ട് സംസ്ഥാനത്തെ വികസനത്തെ തടസ്സപ്പെടുത്താൻ കേന്ദ്രം ശ്രമിക്കുന്നു. അത് മറികടക്കാനാണ് കിഫ്ബി പോലുള്ള പദ്ധതികളിലൂടെ സർക്കാർ ശ്രമിക്കുന്നത്. അപ്പോഴും അതും തടസ്സപ്പെടുത്താൻ ശ്രമിക്കുന്ന ആരോപണമാണ് ആ ഘട്ടത്തിൽ CPM ഉന്നയിച്ചത്. വലിയ രീതിയിൽ ചർച്ചയായ വിഷയമാണ്. അന്നത്തെ പ്രതിപക്ഷ നേതാവ് രമേശ് നിയമസഭയിൽ ഉന്നയിക്കുകയും ആ രീതിയിൽ വലിയ രാഷ്ട്രീയ വിവാദമായി മാറിയ വിഷയം. തോമസ് ഐസക്കിന് പലതവണ ED നോട്ടീസ് നൽകുന്നു. കോടതിയിലൂടെ തന്നെ തോമസ് ഐസക് അതിനെയൊക്കെ ചെറുക്കുന്നു. അങ്ങനെ പോയൊരു വിഷയമാണ്. ഇപ്പോൾ മുഖ്യമന്ത്രി കൂടി തെരഞ്ഞെടുപ്പിന്റെ തൊട്ടു പിന്നാലെ ശനിയാഴ്ചയാണ് ഈ നോട്ടീസ് നൽകിയിരിക്കുന്നത്, വിശദീകരണം നൽകാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. സ്വാഭാവികമായും മുഖ്യമന്ത്രി അതിനുള്ള മറുപടി നൽകുമായിരിക്കും. അതിനപ്പുറത്തേക്ക് ഒരു രാഷ്ട്രീയ ആരോപണമായി തന്നെ CPM-ഉം സർക്കാരും ഇത് ഉയർത്തിക്കാട്ടും. തെരഞ്ഞെടുപ്പ് കാലത്ത് പ്രത്യേകിച്ചും ഇനി എൻഫോഴ്സ്മെന്റ് ഡയറക്ടർ അന്വേഷണമൊക്കെ ഉണ്ടാകുമെന്ന് നേരത്തെ CPM കേന്ദ്രങ്ങൾ പറഞ്ഞിരുന്നതാണ്. ഇത്തരം അന്വേഷണത്തിന്റെ അതിന്റെ ഒരു ഭാഗമായുള്ള അന്വേഷണമായി ഇത് മാറുക. ഏതായാലും പ്രതിപക്ഷത്തിന് ഒരു അവസരം കൂടിയാവുന്നു സർക്കാരിനെതിരെ കടുത്ത നിലപാടുമായി മുന്നോട്ട് പോകാൻ. കോടതിയിൽ വിഷയം വരുമ്പോൾ ആ രീതിയിലും ഇടപെടലുകൾ ഉണ്ടാകും. ഏതായാലും 9:15 മുൻ ധനമന്ത്രി തോമസ് ഐസക്കിന്റെ പ്രതികരണം വരും. എങ്ങനെയാണ് CPM ഈ വിഷയത്തിൽ തുടർ നടപടികൾ സ്വീകരിക്കുക? സ്വാഭാവികമായും CPM ഈ വിഷയം തുറന്നുമുണ്ടാകുമെന്ന് നേരത്തെ തന്നെ പറഞ്ഞിരുന്നതാണ്. തെരഞ്ഞെടുപ്പ് കാലത്ത് വീണ്ടും കേന്ദ്ര ഏജൻസികൾ സംസ്ഥാനത്തേക്ക് എത്തും. ആ ഒരു CPM-ന്റെ ആശങ്ക അല്ലെങ്കിൽ അവരുടെ ഒരു പ്രവചനം യാഥാർത്ഥ്യമാകുന്നത് കൂടി കാണേണ്ടതുണ്ട്. സ്വാഭാവികമായും മുഖ്യമന്ത്രിക്ക് നോട്ടീസ് നൽകുമ്പോൾ അദ്ദേഹത്തിന് മറുപടി നൽകേണ്ടി വരും. തോമസ് ഐസക്കിനും വൈകാതെ നോട്ടീസ് നൽകും. കിഫ്ബിയുടെ CEO അടക്കമുള്ള ഉദ്യോഗസ്ഥർക്കും ഇതിന്റെ ഭാഗമായുള്ള നോട്ടീസുകൾ വൈകാതെ ലഭിക്കും. ആജ്ഞ കൂടി തുടരുന്നുണ്ട്. ആജ്ഞ, ഇത്തരത്തിൽ മുഖ്യമന്ത്രിയുടെ, കിഫ്ബി ചെയർമാന്റെ, മുൻ ധനമന്ത്രിയുടെ ഒക്കെ മറുപടി ഉണ്ടാകുകയാണെങ്കിൽ ഏത് തരത്തിലുള്ള നടപടിയെടുക്കാനുള്ള അധികാരമാണ് ഉള്ളത്? ഭവ്യ, ഫേമ ചട്ട നിയമലംഘന പ്രകാരമാണ് നിയമൽ അഡ്ജുഡിക്കേറ്റിംഗ് കമ്മിറ്റിയുടെ മുൻപാകെ ED കഴിഞ്ഞ 3 വർഷത്തിനുള്ളിൽ നടത്തിയ അന്വേഷണത്തിന്റെ റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നത്. ED അഡ്ജുഡിക്കേറ്റിംഗ് കമ്മീഷന്റെ മുൻപാകെയാണ്. അതുകൊണ്ട് തന്നെ ഈ അതോറിറ്റിയാണ് ഇപ്പോൾ ഈ മുഖ്യമന്ത്രി പിണറായി വിജയനും ധനമന്ത്രി തോമസ് ഐസക്കിനും അതുപോലെ കിഫ്ബി CEO കെയും എബ്രഹാമിനും ഒക്കെ നോട്ടീസ് അയച്ചിരിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നത്. 2019 9%-ലേറെ 9.79% പലിശ കണക്കാക്കി ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ മസാല ബോണ്ട് ഇറക്കി 2150 കോടി രൂപ സമാഹരിച്ചു കിഫ്ബിക്ക് വേണ്ടി എന്നുള്ളതാണ്. അതേസമയം കിഫ്ബിക്ക് വേണ്ടി സമാഹരിച്ച പണം അടിസ്ഥാന സൗകര്യ വികസനങ്ങൾക്കായി മസാല ബോണ്ട് വഴി സമാഹരിച്ച പണം ഉപയോഗപ്പെടുത്തുന്നു എന്ന് കാട്ടിയായിരുന്നു വിദേശ നാണ്യചട്ട നിയമലംഘന പ്രകാരം ED ആ കേസുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടത്തിയത്. നേരത്തെ 2 തവണയും ഇതുമായി ശ്രീ അനിൽ ബോസ് നമുക്കൊപ്പം ചേർന്നു. ശ്രീ അനിൽ ബോസ്, നമുക്കറിയാം ഈ മസാല ബോണ്ട് ഇറക്കിയതുമായി ബന്ധപ്പെട്ട് പലതരത്തിലുള്ള ആരോപണം ഉണ്ടായിരുന്നു. എന്റെ അറിവ് ശരിയാണെങ്കിൽ ആർട്ടിക്കിൾ 231 ലംഘനം നടന്നുവെന്നായിരുന്നു അന്ന് ആരോപണം ഉണ്ടായിരുന്നത്. ഇപ്പോഴിതാ മുഖ്യമന്ത്രിക്ക് അടക്കം നോട്ടീസ് വന്നിരിക്കുന്നു. എങ്ങനെയാണ് താങ്കളുടെ ആദ്യ പ്രതികരണം? മാർക്സിസ്റ്റ് പാർട്ടി അതിന്റെ ഏറ്റവും ഉന്നതിയിൽ നിൽക്കുകയാണ്, തകർച്ചയുടെ ഉന്നതിയിൽ നിൽക്കുകയാണ്. അവരുടെ പ്രത്യയശാസ്ത്ര സമീപനത്തിൽ നിന്ന് മാറി കച്ചവടവും ലാഭതാല്പര്യവും മുൻനിർത്തി മാത്രം പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയുടെ, ഒരു സ്വകാര്യ മുതലാളിയുടെ ഒരു സംവിധാനമായി കേരളത്തിലെ ഗവൺമെന്റ് മാറിയിരിക്കുന്നത് എന്ന് പല സന്ദർഭങ്ങളിലും വിമർശനമായി ഉയരുന്നതിന്റെ ശരിവെക്കുന്ന സാക്ഷ്യപത്രമാണ് ED നോട്ടീസിലൂടെ പുറത്തു വന്നിരിക്കുന്നത്.